വിദ്യാഭാരതിയോട് മക്കൾ അശ്വിനും ആദിത്യനും നന്ദനയെക്കുറിച്ച് ചോദിക്കുന്നു. ആദ്യ ബന്ധത്തിലെ കടിഞ്ഞൂൽ കൺമണി വരുമ്പോ വിദ്യാഭാരതി എന്ത് നിലപാടെടുക്കും അതനുസരിച്ചായിരിക്കും ഭാവി. നന്ദനയുമായി മുത്തശ്ശി കോവിലകത്തേക്ക്. അമ്മ വീട്ടിലേക്കാ നമ്മളിപ്പോ പോന്നേ. എന്നുവെച്ചാ കോവിലകമാണ് കേട്ടോ. കോവിലകത്തെത്തുന്ന നന്ദന. കുത്തുവാക്കുകൾ കൊണ്ട് വിദ്യാഭാരതിയെ നോവിക്കുന്ന പ്രതാപവർമ്മ. നിനക്ക് കരയാം, മുറിയുടെ മൂലയിൽ ഒതുങ്ങാം, വീട്ടിലും മുഖമൊളിപ്പിക്കാം, ആരുടെയും മുഖം കാണണ്ടല്ലോ. പുറത്തിറങ്ങി നടക്കേണ്ട ഞാനെന്ത് ചെയ്യണം? അശ്വിന്റെയും ആദിത്യന്റെയും മുന്നിലെത്തുന്ന പ്രതിഭ. നന്ദനയെ പരിചയപ്പെടുന്ന പ്രതിഭ. വിഷമിച്ചിരിക്കുന്ന നന്ദന. അവിടെ എത്തുന്ന മുത്തശ്ശിയും സേതുലക്ഷ്മിയും. ചെമ്പിരിക്കൽ വീട്ടിലെത്തുന്ന അച്യുതൻ. ഇനി തുടർന്ന് കാണുക. തെക്ക് നിന്നുള്ള ഏതോ പാർട്ടി ഇന്ന് പനയ്ക്ക് വന്നിരുന്നു. ആ പെൺകുട്ടിയില്ലേ നന്ദന, വന്നവര് അവളെ കയ്യോടെ കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പൊ ജംഗ്ഷനിൽ ഇറങ്ങിയപ്പോഴാ ഞാൻ അറിയുന്നത്. ആഹാ, അപ്പൊ നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഒരു കണക്കിന് നന്നായി. എങ്ങോട്ടെങ്കിലും പോട്ടെ, ആരാ വന്നതെന്നും എങ്ങോട്ടാ പോയതെന്നും ഒന്നും അറിയില്ല. അറിയാമാവ. നീ അറിഞ്ഞോ വിവരങ്ങൾ? എനിക്ക് മാത്രമല്ല, അച്ഛനും അമ്മയ്ക്കും അറിയാം. അത് ശരി. ഉദയനൂർ കോവിലത്തെ ആളുകളാ ചോട്ട വന്ന് നന്ദനെ കൂട്ടിക്കൊണ്ടുപോയത്. കോവിലകോ? ആ, അവിടുത്തെ വീട്ടുജോലിക്കായിരിക്കും. ആ, വീട്ടുപണിയെങ്കിൽ അങ്ങനെ. രണ്ടാനമ്മയുടെ ഉപദ്രവിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. അങ്ങനല്ല അച്യുതോട്ട, നന്ദനയുടെ അമ്മ ആ കോവിലകത്തെയാ. ശിവരാമേട്ടൻ കോവിലകത്തെ ഒരാളെയാ ആദ്യം സ്നേഹിച്ച് കല്യാണം കഴിച്ചത്. ആ ബന്ധത്തിലുള്ള കുട്ടിയാ നന്ദന. അവരിപ്പോ വിവരങ്ങൾ അറിഞ്ഞു വന്ന് വിളിച്ചോണ്ട് പോയതാ. സത്യമാണോ നീ പറയുന്നേ? ഇത് വെറുതെ ആരോ പറഞ്ഞുണ്ടാക്കിയതാ. അല്ല മാവ, ഉദയനൂർ പോയവരെ കണ്ടതും നന്ദനയുടെ വിവരങ്ങൾ അറിയിച്ചത് ഞാനാ. അവരന്വേഷണവുമായിട്ട് ആദ്യം വന്നത് ഇവിടെയാ. എന്റെ ഭഗവാനെ, ചുരുക്കത്തി കോലോത്തെ തമ്പുരാട്ടിക്കുട്ടിയാണ് നന്ദന. എന്റെ ഭഗവതി. ആ, അല്ലെങ്കിലും ആ മുഖത്തൊരു രാജകല ഞാൻ ശ്രദ്ധിച്ചതാ. ഒരു ക്ഷത്രിയ തേജസ് അല്ലേ പ്രഭാകര? മോൻ ചെയ്തതൊരു വലിയ കാര്യം. ശരിക്കും പറഞ്ഞാ പുണ്യം. ആട്ടെ, കോലോത്തെ ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ നീ പോയതല്ലേ, വഴിയൊക്കെ അറിയാമല്ലോ. അതെന്തിനാ ഏട്ടാ? ചേടാ, നമുക്ക് അവിടെ വരെ ഒന്ന് പോകണ്ടേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം യവന്റെ സന്തോഷമാ നമ്മുടെ സന്തോഷം. ഇവന്റെ മുഖം തെളിഞ്ഞെങ്കിലേ ഈ വീട്ടിൽ ദീപം തെളിയൂ. ഈ വിധി വിധി എന്ന് പറയുന്നതേ ചെറിയ കാര്യമൊന്നും അല്ല. ഇവനും ആ കുട്ടിയും തമ്മിലുള്ള കല്യാണം നടത്താൻ നമ്മൾ റെഡിയായതാ. അന്നത് നടന്നില്ല. പിന്നെ ഇവന്റെ ആഗ്രഹം അനുസരിച്ച് നമ്മൾ ആലോചന നടത്തി. അപ്പോ ഒരൊടക്കുവായി സുമിത്ര എത്തി. എന്നിട്ടും ഇവന്റെ മനസ്സിൽ നിന്ന് ആ പെങ്കൊച്ചിന്റെ മുഖം മാഞ്ഞു പോയൂല്ല. അങ്ങനെ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു മേൽഗതിക്ക് ഇവൻ നിമിത്തവും ആയി. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഇവര് തമ്മിൽ ചേരണം. അതാ ദൈവനിശ്ചയം. ഇനി നന്ദനമോൾ പനയ്ക്കലെ സുമിത്രയുടെ വളർത്തുപുത്രിയല്ല, ഉദയന്നൂർ കോവിലകത്തെ തമ്പുരാട്ടിക്കുട്ടിയാ. ചെമ്പിരിക്കലെ ഹരിപ്രസാദിന് കോവിലവുമായി ഒരു ബന്ധം ഉണ്ടാകുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. ബന്ധുബലം മഹാബലമെന്നാണ് പ്രമാണം. പ്രത്യേകിച്ച് കോവിലകത്തെ തമ്പുരാക്കന്മാരുമായിട്ട്. ഉടനെ അത്തരത്തിലൊരു ആലോചന? ഉടനെ വേണ്ടതേ. പക്ഷേ ആലോചന വേണം, നടത്തുകയും ചെയ്യണം. അതെ, ഇങ്ങോട്ട് നോക്കി. സുമിത്രയ്ക്കുള്ള നമ്മുടെ വക ഒരു ചുട്ട മറുപടി കൂടിയാ ഇത്. ഏത്? അല്ലെങ്കിൽ വേണ്ടെന്ന് ഇവൻ പറയട്ടെ. എന്താ കാര്യം? മൗനം സമ്മതമെന്ന് കൂട്ടിയാ മതി.
അനില എവിടെ അമ്മേ? കഴിച്ചില്ലേ? സന്ധ്യയ്ക്ക് കഴിച്ചിട്ട് കയറി കിടന്നു. 2 ഉറക്കം കഴിഞ്ഞ് കാണും. മറ്റവളോ, അമ്പിളി? അവക്ക് വേണ്ട പോലും. അതെന്താ? അഹങ്കാരം അല്ലാതെന്താ. നീ കഴിക്ക്. ഓ, ഇന്ന് അവളുടെ മുറിയിലായോ? വന്നെന്തെങ്കിലും കഴിക്കാൻ നോക്ക്. നേരത്തെ പറഞ്ഞല്ലേ എനിക്കൊന്നും വേണ്ടെന്ന്. എന്താ വേണ്ടാത്തെ? നിന്റെ മൂശാട്ടൊക്കെ മാറ്റി വെച്ചിട്ട് മര്യാദയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. എന്താ നിന്റെ അസുഖം എനിക്ക് മനസ്സിലായി. ആണല്ലോ, പിന്നെ എന്തിനാ നിർബന്ധിക്കുന്നേ? വേണ്ടെങ്കിൽ കഴിക്കണ്ട. വാരി ഊട്ടാനൊന്നും ഇവിടെ ആരുമില്ല. ഞാൻ കഴിക്കാൻ പോവാ. എനിക്ക് വിശക്കുന്നു. വേണമെങ്കിൽ എഴുന്നേറ്റ് വാ. അമ്മ കഴിക്കുന്നില്ലേ? അത്താഴ പട്ടിണി കിടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ആരുടെയും താളത്തിന് തുള്ളാൻ മനസ്സുമില്ല. തുള്ളിയതൊക്കെ മതിയായി. അത്താഴം വേണ്ടാന്ന് നീ തീരുമാനിച്ചോ? എത്ര തവണ പറയണമ്മേ? ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കാതെ നിനക്കൂടെ പോയിരുന്നല്ലോ അവളുടെ കൂടെ. എല്ലാവരും അവരവരുടെ കാര്യം മാത്രം ആലോചിക്കുന്നേ. സുമിത്രയുടെ കുറ്റം പറയാൻ 100 നാവാ എല്ലാവർക്കും. എന്റെ കാര്യം മാത്രം ആരും ആലോചിക്കുന്നില്ല, അറിയുന്നുമില്ല. ആര് പറഞ്ഞു അറിയില്ലെന്ന്? അമ്മയെ പറ്റി ശരിക്കും അറിയാവുന്നതുകൊണ്ടാ ആളുകൾ കുറ്റം പറയുന്നത്. എന്താടി ആളുകൾ പറയുന്നത്? നിനക്കൊക്കെ 3-4 നേരം ആഹാരം തന്ന് ഞാൻ വളർത്തിയതോ? ആഹാരം തന്ന് ഞങ്ങളെ മാത്രമല്ല, ആടിനെ പശുവിനെ അമ്മ വളർത്തുന്നുണ്ട്. അധികം വിളച്ചിട്ട് പറയണ്ട നീ. അറിയാലോ, ഇനി ഇവിടെ ആരുമില്ല നിന്നെ സപ്പോർട്ട് ചെയ്യാൻ. ഉണ്ടായിരുന്നവര് പൊടിയും തട്ടി സ്ഥലം വിട്ടു. അവളെ സുഖവാസത്തിന് അയക്കാൻ നീ ഉത്സാഹിച്ചു എന്ന് എനിക്കറിയാം. എന്നിട്ട് എന്തിനാ അവള് പോയി കഴിഞ്ഞ് താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നത്? അപ്പോ അമ്മയ്ക്കെല്ലാം അറിയാലോ. അതേടി, പക്ഷേ അമ്മയുടെ മനസ്സിലുള്ളത് ആർക്കും അറിയില്ല. ശരിയാ, നന്ദനെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും പട്ടിണി കിട്ടിട്ടില്ല, സ്കൂളിൽ വിടാതിരുന്നിട്ടില്ല. ഫാഷൻ ഡിപ്ലോമയ്ക്ക് ഞാനും കൂടി സമ്മതിച്ചിട്ട് അവള് പോയത്. അതൊന്നും ആരും പറയാറില്ല. സുമിത്ര നന്ദനയോട് 2ാം അമ്മയെ പെരുമാറുന്നു. അതാ എല്ലാവർക്കും കാര്യം. ഞാൻ പ്രസവിച്ച മക്കളെ പോലെ നന്ദനെ ഞാൻ സ്നേഹിച്ചിട്ടില്ലായിരിക്കും, പക്ഷേ അവഗണിച്ചിട്ടില്ല. ശിവരാമേട്ടന്റെ പ്രീതി പിടിച്ചു പറ്റാനായി എനിക്ക് വേണമെങ്കിൽ അവളെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കാമായിരുന്നു. പക്ഷേ സുമിത്ര അത് ശീലിച്ചിട്ടില്ല. അതിന്റെ ആവശ്യം എനിക്കില്ല. ഇത്രയും കൊല്ലം എനിക്ക് പ്രാകാനായിട്ടൊരു പെണ്ണ്, അങ്ങനെ എല്ലാരും വ്യാഖ്യാനിക്കൂ. ആയിക്കോട്ടെ, ദേഷ്യം വന്നപ്പോ ഞാൻ പലതും പറഞ്ഞു കാണും. പക്ഷേ മനസ്സറിഞ്ഞ് ഒരിക്കലും ഞാൻ അവളെ ശപിച്ചിട്ടില്ല. അപ്പോ കല്യാണം മുടക്കിയതോ? വീണ്ടും ആലോചന വന്നപ്പോ തടസ്സം നിന്നതോ? നീ അത് മറന്നിട്ടില്ല അല്ലേ? എങ്ങനെ മറക്കാനാ? അത്തരത്തിലുള്ള പ്രവൃത്തിയായിരുന്നില്ലേ?
പക്ഷേ നന്ദന മറന്നിട്ടുണ്ടാവും. അവൾ ഇനി അത് മനസ്സിൽ സൂക്ഷിക്കില്ല. അവൾക്ക് എന്നോട് ദേഷ്യം കാണും. പനക്കിലെ സുമിത്രയോട് മനസ്സ് നിറയെ വിരോധം കാണും. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. വളർത്തമ്മയായ എന്നെ നന്ദന ഒരിക്കലും ശപിക്കില്ല. അത്രയെങ്കിലും ഞാൻ അവളെ മനസ്സിലാക്കിയിട്ടുണ്ട്. സേതു, എന്താമ്മേ? നേരം എത്രയായിട്ടും ആ കുട്ടി ഉറങ്ങാതെ അവിടെ പോയി നിൽക്കുന്നത് കണ്ടില്ലേ? വിളിക്കണ്ടമ്മേ, അവിടെ നിന്നോട്ടെ. 1ഉം 2ഉം അല്ല, 10-23 വർഷം താമസിച്ച വീട്ടിൽ നിന്ന് നന്ദന ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഇന്ന് അവൾക്ക് ഉറക്കം വരുമോ? വിളിക്കണ്ട. അമ്മ വാ. ഇവിടെ എന്തൊക്കെയോ വലിയ ഭൂകമ്പം നടക്കുമെന്നല്ലേ അമ്മ ഇന്നലെ പറഞ്ഞത്? എന്നിട്ട് ഒന്നും ഉണ്ടായില്ലല്ലോ. നീ ധൃതി വെക്കാതെ പ്രിയങ്ക. ഭൂകമ്പവും അതിന്റെ തുടർച്ചയായ സുനാമിയും ഒക്കെ നടക്കും. കാത്തിരുന്ന് കാണ്. വെയിറ്റ് ആൻഡ് സീ. അമ്മേ, ദേ. ആ, വന്നോ? ഉണർന്നോന്ന് നോക്കാൻ വരികയായിരുന്നു ഞാൻ. രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞല്ലോ. കുഞ്ഞുനാളിലുള്ള ശീല. അതിരാവിലെ തൊഴുത്ത് വൃത്തിയാക്കും, പശുവിനെ കറക്കും, പിന്നെ കുളിക്കും. പശുവിനെ കറക്കേ? അതെന്തുവാ? അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. നീ അതൊക്കെ നന്ദനെ നോക്കി പഠിക്ക്. രാവിലെ എഴുന്നേറ്റ് കുളിച്ചത് കണ്ടോ? ഇവളുടെ പുറകെ നടക്കണം ഞാൻ. കെഞ്ചണം ഒന്ന് കുളിക്കണമെങ്കില്. ദേഹത്ത് വെള്ളം വീഴുന്നത് എന്തോ അലർജി പോലെ ഇവക്ക്. അമ്മേ, ബാക്കി ഞാനിപ്പോ പറയുന്നില്ല. അപ്പോഴേ രാവിലെ ഔദ്യോഗികമായി കോവിലകത്തെ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യണം. പരിഭ്രമിക്കണ്ട. നന്ദന ഇവിടെ വിരുന്നുകാരിയല്ല, വീട്ടുകാരിയാ. അത് കോവിലകത്തെ എല്ലാവരും ഒന്ന് ഉൾക്കൊള്ളണ്ടേ? അതിനെന്ത് വേണം? ഇവിടുത്തെ കാര്യങ്ങളിൽ സഹകരിക്കണം. അതിന്റെ ആദ്യ പടിയായി ഈ ട്രേയിലെ ചായ അങ്ങ് പിടിക്ക്. എന്നിട്ട് മുൻവശത്തേക്ക് ചെല്ലണം. ആണുങ്ങളൊക്കെ അവിടെ പത്രം വായിച്ചിരിക്കുന്നുണ്ടാവും. അവർക്ക് ചായ കൊടുക്കണം. മനസ്സിലായോ? ചായയോ? അതിന് ഞെട്ടുന്നെന്തിനാ? ചായ എന്ന് പറയുന്നത് സ്ഫോടക വസ്തുവൊന്നുമല്ല. എന്നാലും എല്ലാരെയും ശരിക്കൊന്നും കണ്ടിട്ടുകൂടിയില്ല. അതിന്റെ തുടക്കം കൂടിയാണ് ഈ ചായ വിതരണം. എല്ലാരെയും കാണാം, അവർക്ക് നന്ദനെയും കാണാം. മടിച്ചു നിൽക്കാതെ ഇതങ്ങ് വാങ്ങിക്ക്. പിടിക്കുന്നേ. ഐശ്വര്യമായിട്ട് ചെല്ല്. ആ പിന്നെ ഈ കപ്പിലെ ചായ പ്രതാപേട്ടനുള്ളതാ, വിത്തൗട്ട്. മാറിപ്പോലെ. ചെല്ല്. നീ ചോദിച്ചില്ലേ ഭൂകമ്പത്തിന്റെ കാര്യം? ഇന്നിവിടെ വല്ലതും നടക്കും. നോക്കിക്കോ. എന്തൊക്കെയാ കഥകള്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില താഴുന്നു. ഇവിടെ
ഡീസലിനും പെട്രോളിനാണെങ്കിൽ വില കുറയുന്നുമില്ല. എന്ത് കഷ്ടം! ഇതൊക്കെ ആരോടാ ചെന്ന് പറയണത്? എം പിമാരാണെങ്കിൽ അവരുടെ ശമ്പളം എത്രമാത്രം കൂട്ടണം എന്നുള്ള റിസർച്ചില്ല. ഈ ഫ്യൂവലിന് വില കുറയാത്തെന്താച്ചാ? ഇതൊക്കെ ഒരു ഡർട്ടി പൊളിറ്റിക്സ് ആണെന്നേ. I am not interested in this poor politics. വെരി ഗുഡ്. ചായ ചായ എടുത്തോളൂ. ഞാൻ ചായ ചോദിച്ചോ? എന്റെ മോൻ ചോദിച്ചു കേട്ടില്ലേ? ഇവിടെ ആരെങ്കിലും നിന്നോട് ചായ ആവശ്യപ്പെട്ടോന്ന്? കൊച്ചേ, എനിക്കൊരു കാര്യം ചോദിച്ചാലേ അതിനുള്ള വ്യക്തമായ മറുപടി കിട്ടണം. ചായ കൊണ്ടുവരാൻ ഞാനും എന്റെ മക്കളും നിന്നോട് പറഞ്ഞോ? ഇല്ല. പിന്നെ നീ ഇതും കൊണ്ട് ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം? അമ്മായി ചായ എടുത്തു വെച്ചപ്പോ നിക്ക്. ആര്? അമ്മായിയോ? അത് ശരി. നീ ഇവിടെ കാലെടുത്ത് കുത്തിയിട്ട് 24 മണിക്കൂറായില്ല. അപ്പോഴേക്കും ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ചു തുടങ്ങിയോ? അമ്മായി, അമ്മാവൻ, സ്റ്റെപ്പ് ഫാദർ. എന്തിനാച്ചാ ഇവരോടൊക്കെ സംസാരിക്കുന്നേ? കടന്ന് പോവാൻ പറ. കേട്ടല്ലോ. പിന്നെ നിൽക്കുന്നത് എന്തിനാ? പോ. ചായയും കൊണ്ട് വന്നിരിക്കുന്നു. ഈ ഏരിയയിൽ കണ്ടുപോകരുത് നിന്നെ. ചായയും കൊണ്ട് നിന്നേ ഇവിടുത്തെ കുട്ടി നേതാവിന്റെയും ആ തള്ളരി തലയെ കൊണ്ടുപോയി. പൊടി പോ. ശ്രീകരം. രാവിലെ തന്നെ ആകെ മൂടങ്ങ് പോയി. മനുഷ്യനിവിടെ എന്തുപറ്റി? ആരും ഇല്ലേ അവിടെ? അത് എല്ലാവരും രാവിലെ ഉണർന്നാണല്ലോ. രഘുവേട്ടന് നേരത്തെ എഴുന്നേറ്റു. ആരും കണ്ടില്ലേ നന്ദനെ? കണ്ടു. ആർക്കും ചായ വേണ്ടത്ര. അതെന്താ ഇന്നൊരു പുതുമ? രാവിലെ 7 മണിയാകുമ്പോ ചായ കിട്ടിയില്ലെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്ന ആളുകളാ. ഞാൻ കൊണ്ടുവന്ന് കൊടുത്തോണ്ടാ. വഴക്ക് കിട്ടിയോ? പ്രതാപേട്ടനായിരിക്കും ദേഷ്യപ്പെട്ടത്. പെട്ടെന്ന് BP കൂടുന്ന ആളാ. എല്ലാരും വഴക്ക് പറഞ്ഞു, കുട്ടികൾ ഉൾപ്പെടെ. ഇനി ആ ഭാഗത്തേക്ക് കണ്ടുപോരുതെന്ന്. ഇതാണ് ഈ ആണുങ്ങളുടെ സ്വഭാവം. വലിയ വിവരം ഉണ്ടെന്നൊക്കെ ഭാവിക്കും. വെറുതെയാ. കാര്യത്തോടെടുക്കുമ്പോ നമ്മൾ പെണ്ണുങ്ങളെക്കാ കഷ്ടമാ. സാരമില്ല മോളെ, അവരുടെ മനസ്സറിയാൻ പറ്റിയല്ലോ. ഇനിയിപ്പൊ രാവിലെ ചായ കൊണ്ടേ കൊടുത്തില്ലെന്നും പറഞ്ഞ് നിന്റെ അടുത്ത് വഴക്കിന് വരില്ലല്ലോ. വേണ്ടവരിനി ഇവിടെ വന്നങ്ങ് കുടിക്കട്ടെ. അത്രയ്ക്ക് കൊള്ളൂലല്ലോ. അതിനി പ്രശ്നാവോ? ഞാൻ കാരണം ചിട്ടകൾ തെറ്റിന്ന് പറഞ്ഞ്? ഒന്നുമില്ലെന്നേ. രാവിലെ വഴക്ക് കേട്ട് നീ മൂഡ് ഔട്ടായില്ലേ? അവർക്കും അത് ബാധകമാ. മോളെ, ഒരു ഗ്ലാസ് ചായ കുടിക്ക. ഇപ്പൊ വേണ്ട. അപ്പോഴേക്കും വാടിപ്പോയോ? വീട്ടിലുള്ള ആണുങ്ങൾ കഴിച്ചിട്ടേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതേ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഫാഷനാ. ഇത് 2016. നമ്മൾ ഉണ്ടാക്കുന്നു, ആവശ്യത്തിന് നമ്മൾ കഴിക്കുന്നു. ആണുങ്ങൾക്കുള്ളത് സമയവും സൗകര്യവും നോക്കി കൊടുക്കുന്നു. അതാണ് എന്റെ പോളിസി. ഈ സമയത്ത് ചായ പതിവില്ല, അതുകൊണ്ടാ. എന്നാ ആയിക്കോട്ടെ, പതിവ് തെറ്റിക്കണ്ട. അപ്പോഴേ ഇവിടുത്തെ പതിവുകളും ചിട്ടകളും ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാ. ഭാവിയിൽ ഉപകരിക്കും. ആരെയൊക്കെ പ്രീതിപ്പെടുത്തണം, ആരെയൊക്കെ അകറ്റി നിർത്തണം എന്നൊന്ന് മനസ്സിലാക്കി വെക്കണം. അകറ്റി നിർത്താന്ന് വെച്ചാ? അങ്ങനെയൊക്കെ ഉണ്ട്. പോകെ പോകെ മനസ്സിലാവും. ഇവിടെ ഏറ്റവും അധികം ആളുവനക്കം ഉള്ളതേ ഇളയ നാത്തുവിനുള്ളപ്പോഴാ. സേതുലക്ഷ്മി മോളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നില്ലേ? വീട്ടുകാരേക്കാ നാട്ടുകാരുടെ ആളാ. നാളെ MLA യോ മന്ത്രിയോ ഒക്കെ ആവുന്ന പ്രതീക്ഷ. സേതുലക്ഷ്മി ഇന്നോ നാളെയോ അങ്ങ് പോവും. എവിടെ? പാർട്ടി പ്രവർത്തനത്തിന്. ഇലക്ഷൻ അടുത്തു വരികയല്ലേ, ഇനി ഒട്ടും സമയം ഉണ്ടാവില്ല. പിന്നെയുള്ളത് അമ്മയാ, ഭാഗീരഥി തമ്പുരാട്ടി.
മുത്തശ്ശിക്ക് കൊച്ചുമോളോട് വലിയ സ്നേഹമാണെന്നാ തോന്നുന്നേ. ആ, ഏറ്റവും പ്രധാനപ്പെട്ട ആളുടെ കാര്യം മറന്നു. വാ, പരിചയപ്പെടുത്താം. ആരാ? അതൊക്കെ ഉണ്ട്, വന്നേ വാ. ഇതാരാന്നറിയോ? ഈ കോവിലകത്തെ മൂത്ത മകൾ വിദ്യാഭാരതി. നിന്റെ അമ്മ. വിദ്യാർത്ഥി നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. ഇതാരാണെന്ന് നോക്ക്. കാണാതിരിക്കാൻ പറ്റില്ലല്ലോ, ഒരേ വീട്ടിൽ കഴിയേണ്ടവരല്ലേ അല്ലേ നന്ദനെ? നിങ്ങൾ തമ്മി വല്ലതും ചോദിക്കോ പറയോ, എന്താന്ന് വെച്ചാ അയക്കോ. ഒരുപാടുണ്ടാവുമല്ലോ പറയാനും അറിയാനും ഒക്കെ. ഒരു കരടായിട്ട് ഞാനിവിടെ നിൽക്കുന്നില്ല. അങ്ങോട്ട് അടുത്തേക്ക് ചെല്ലു നന്ദനെ, അമ്മയല്ലേ. ചെല്ല്. ധീരന